വരുന്ന കാലങ്ങളിൽ എന്താണ് ഭാവി ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് പോഷ്ക്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും. അപ്പൊ എന്താണ്, ഞങ്ങൾ ഉപദേശിച്ചെന്ന ഈ വചനത്തിന് വിരുദ്ധമായിട്ട് ഇതിനകത്ത് വിവാഹത്തെ മഹത്വമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? വിവാഹം എല്ലാവർക്കും മാന്യമാണെന്നാണ് എഴുതിയിരിക്കുന്നത് അല്ലേ? കിടക്ക നിർമ്മലമാണെന്നാണ് എഴുതിയിരിക്കുന്നത് അല്ലേ? പക്ഷെ ഇനി അങ്ങോട്ട് വരുമ്പോൾ താഴെ പറഞ്ഞ കാര്യമുണ്ട്, വിവാഹം വിലക്കുകയും വിവാഹം കഴിക്കാൻ ബ്രഹ്മചര്യം ആചരിക്കണം, അത് ദൈവത്തിന് അതിൻ്റെ പ്രീതിയാണെന്ന് പറഞ്ഞാൽ അത് ഏത് ആത്മാവിനാണ് വരുന്നത്? ദുഷ്ടാത്മാവിനാ. കാരണം വിവാഹത്തെ ദൈവം അംഗീകരിച്ചതും ദൈവം ആശീർവദിച്ചതുമാണ്. അതിന് ഇനി വിവാഹം കഴിക്കരുത്, അതേ കത്തോലിക്കര്, TPM-കാര്, ഇവരൊക്കെ ഇതുകൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും പ്രസാദമുണ്ടോ? ഒരു പ്രസാദവും ഇല്ല. അപ്പം അതൊരു സൈഡ്. ഇങ്ങനെയുള്ള ചില മുമ്പ് നമ്മൾ തൊടല്, രുചിക്കല്, പിടിക്കരുത്, വാബുകള്, ശബ്ദത്തുകള് ഒരു വർഷത്തിൽ കൃത്യമായിരിക്കുന്ന ദിവസം നമ്മൾ ആചരിക്കണം. എന്ന് വെച്ചാൽ ന്യൂ ഇയറിനകത്ത് പിന്നെ ഡിസംബർ 31 പോയി പ്രാർത്ഥിക്കുന്നതിനെ പറ്റിയല്ല. ഇന്ന ദിവസം നമ്മൾ ഈ കലണ്ടർ നോക്കിയാൽ അറിയാം, ഇന്ന ദിവസം അമാവാസി, പൗർണമി, ഇങ്ങനെ ഒത്തിരി ദിവസങ്ങൾ, ഈ ദിവസങ്ങളിലും പ്രത്യേക പൂജാ കാര്യങ്ങൾ പോലെ ഈ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന ക്രിസ്ത്യാനികളുണ്ടെങ്കിൽ ഇതെല്ലാം പിശാചിന്റെ ആത്മാവിൽ നിന്ന് വരുന്നു. ഞാൻ വലിയ സമ്പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യം നമുക്ക് തന്നിരിക്കുന്നത്. ദൈവത്തിൽ സമയവും കാലവും ഇല്ല. അവൻ എപ്പോഴും ഉണർന്നിരിക്കുന്നവനാണ്. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പൈശാചിക മണ്ഡലത്തിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യം ഹനിച്ചു കളയുന്നതെല്ലാം വീണ്ടും പൈശാചിക മണ്ഡലത്തിൽ നിന്ന് വരുന്നു.